ഡിയേഴ്സ്, സ്ഥിരമായിട്ട് നമ്മളെ എസ് എ പാർട്ടിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ളത്. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിന്യൂസിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇക്വേഷൻ വരുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സോ ഇവിടെ എന്തൊക്കെ കാണണം? എഫ് എക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ടും കാണണം, അതേപോലെ തന്നെ എക്സ് സ്ക്വയറും എഫും. സോ ഇതുപോലൊരു ടേബിൾ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മിഡ് പോയിന്റ് ആണ്. നമ്മുടെ ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. സോ ഈ എക്സും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഫ് എക്സ് കിട്ടും. ആൻഡ് ഈ ഓരോ എക്സിന്റെയും സ്ക്വയർ വാല്യൂസ് ആണ് എന്ത്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. സോ എക്സ് സ്ക്വയറും എഫും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് എക്സ് സ്ക്വയർ കിട്ടും. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഇതാണ് എഫ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? എൻ എന്ന് പറയുന്നത്. സോ എൻ ഇസ് ഈക്വൽ ടു 100. പിന്നെ നെക്സ്റ്റ് സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 400 ആണ്. ആൻഡ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അത് 2000 ആണ്. സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2000 ആണ്. സോ ഇവിടെ എക്സ് ബാർ എന്തായിരിക്കും കിട്ടുക നമുക്ക്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 400 ബൈ 100. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. ആൻഡ് എൻ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. സോ എക്സ് ബാർ നമുക്ക് കിട്ടി എന്താണ്? 4 ആണെന്ന് കിട്ടി. ഇനി ഇതെല്ലാം ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2000 divided by 100 minus 4 square. So ഇതെന്തായി? This is equal to 20 minus 16. ആൻസർ വരെ √4 is equal to 2. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് എത്രയാണ്? 2 ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് മീഡിയൻ. സെൻട്രൽ ടെൻഡൻസിയുള്ള ചാപ്റ്റർ എന്നാണ് പിന്നെ ഏറ്റവും അധികം എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. മീഡിയൻ ചോദിക്കാറുണ്ട്, മോഡ് ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ മീനും ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ മീഡിയൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മീഡിയൻ കാണണമെങ്കിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടെ കാണണം. സോ ആദ്യം നമ്മൾ ഫ്രീക്വൻസീസ് ക്ലാസ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എന്ത് കിട്ടും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. സോ നമ്മളുടെ മീഡിയൻ കണ്ടിന്യൂസിൻ്റെ കേസിൽ ഏതാണ് ഇക്വേഷൻ വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് എം ഇൻ ടു സി ഡിവൈഡ് ബൈ എഫ്. സോ എന്തൊക്കെ വേണം നമുക്കിവിടെ? എൻ എന്താണെന്ന് അറിയണം. അതിൽ നമുക്ക് എൻ ബൈ 2 കിട്ടും, എം, എൽ, സി, എഫ്. സോ ഇവിടെ എൻ എത്രയാണ് വരുന്നത്? ഇവിടെ എഫ്. ഈ എഫ് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. സോ ഇവിടെ എൻ ഓൾറെഡി ഇവിടെ 60 സ്റ്റുഡൻസും തന്നിട്ടുണ്ട്, 60. സോ 60 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. സോ ഇവിടെ 30 നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് വരുന്നത്. ഇതാണ് എൻ്റെ മീഡിയൻ ക്ലാസ് വരുന്നത്. സോ നമ്മൾ മീഡിയൻ ക്ലാസ് കിട്ടി. ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ? എൽ കാണാം, എം കാണാം, എഫ് കാണാം, ഈസി അല്ലേ? സോ ഇവിടെ എൽ നമുക്ക് വരുന്നത് എന്താണ്? എൽ ഇസ് ഈക്വൽ ടു 20. ലോവർ ബൗണ്ട് വരുന്നത് 20 ആണ്. ആൻഡ് ഇവിടെ എം എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അത് വരുന്നത് എത്രയാണ്? 15 ആണ് വരുന്നത്. ആൻഡ് നമ്മളുടെ ക്ലാസ്സിൻ്റെ ആ മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? അത് 18 ആണ് വരുന്നത്. സോ ദിസ് ഈസ് 18. ആൻഡ് നമ്മളുടെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? അത് 10 ആണ് വരുന്നത്. എല്ലാ വാല്യൂസും കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്താ? ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൻസർ വരുന്നത് എന്തായിരിക്കും? ദിസ് ഈക്വൽ ടു 20 പ്ലസ് എൻ ബൈ 2 എന്ന് പറയുന്നത് 30 ആണ്, മൈനസ് എം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. 15 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 18. സോ ദിസ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 150 ബൈ 18. ഫൈനൽ ആൻസർ വരുന്നത് 20 പ്ലസ് 8.33 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 28.33. ഇതാണ് എന്ത്? നമ്മളിവിടെ മീഡിയൻ സ്കോർ അല്ലെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ മോഡ് കാണാനുള്ള ക്വസ്റ്റ്യൻ. മോഡ് കാണാൻ വേണ്ടി എക്സ്ട്രാ ടേബിൾ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹയസ്റ്റ് ഫ്രീക്വൻസി ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ ഹയസ്റ്റ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ അതാണ് എന്ത്? നമ്മളുടെ മോഡ് ക്ലാസ് എന്ന് പറയുന്നത്. മോഡിൻ്റെ ക്ലാസ് ദാറ്റ് ഈസ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസി എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ മോഡൽ ക്ലാസ് കിട്ടുക. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇക്വേഷൻ ഒന്ന് നോക്കാം. ദിസ് ഈക്വൽ ടു എൽ പ്ലസ് F1 മൈനസ് F0 ഇൻ ടു സി ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2. സോ ഇവിടെ എൽ എന്താണ് വരുന്നത്? എൽ വരുന്നത് 20 ആണ്. ലോവർ ബൗണ്ട് എന്താണ്? 20. ഇനി ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ്? F0, F1, F2. പിന്നെ നമുക്കിവിടെ വേണ്ട സി ആണ്.
ഇവിടെ നമ്മുടെ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിനെ F1 എന്നാണ് പറയാം. 0, 1, 2 ഓർഡറിലെല്ലാം നമ്മൾ എഴുതുക 0, 1, 2. സോ ആദ്യം 0 അതേതാ വരുന്നത് 10 ആണ് വരുന്നത്. F0 വരുമ്പോൾ 10, F1 വരുമ്പോഴോ 20 ആണ് വരിക. ആൻഡ് F2 എന്ന് പറയുന്നത് എത്രയാണ്? അത് 11 ആയിരിക്കും. സോ ഓർഡറിൽ തന്നെ എഴുതാം 10, 20, 11. നെക്സ്റ്റ് എന്താണ്? സി ആണ്. സി എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 എന്ന് നമുക്ക് കിട്ടും. സോ ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം ഇക്വേഷനിൽ കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 20, F1 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. മൈനസ് 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 20 മൈനസ് 10 മൈനസ് 11. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൻസർ വരുന്നത് 20 പ്ലസ് 100 divided by 19. That is equal to 20 plus 5.26. 5.26. ഫൈനൽ ആൻസർ വരുന്നത് 25.26. ഇതാണ് എന്ത് നമ്മളിവിടെ മോഡ് വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ഒജുവ്സ് കാണാൻ ഗ്രേറ്റർ ദാൻ ഒജുവും ലെസ് ദാൻ ഒജുവും. ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 2 ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇതും സ്ഥിരമായിട്ട് നമുക്ക് essay പാർട്ടിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ഇനി മീഡിയൻ കൂടെ കണ്ടുപിടിക്കാൻ പറയും. സോ ഇതാണ് essay പാർട്ടിൽ പൊതുവേ കണ്ടുവരാറുള്ള ഒരു ചോദ്യം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ അതിന് ലെസ് ദാൻ ക്യുമുലേറ്റീവിന്റെ ടേബിൾ കാണണം. അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ്റെ ഒരു ടേബിളും. ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് വേണ്ടത് അപ്പർ ലിമിറ്റ്സും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ലോവർ ലിമിറ്റ്സും ആണ്. സോ ഇങ്ങനെ ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ചിട്ട് എന്താണ് നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഗ്രാഫിലേക്ക് ലെസ് ദാൻ ഒജുവിന്റെ ആൾക്കാർ. സോ അപ്പർ ലിമിറ്റ്സ് 10, 20, 30, 40. 10ന്റെ നേരെ വരുന്നത് 4 ആണ്, 20യുടെ നേരെ 14 ആണ്, 30യുടെ നേരെ 20 ആണ്. സോ അങ്ങനെ ഓരോരുത്തരുടെ നേരെ നമ്മൾ വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഈ പോയിന്റ്സ് ഒക്കെ എന്താണ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്നത് ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നതാണ് എന്ത്? ലെസ് ദാൻ ഒജുവ്. ഇതാണ് ലെസ് ദാൻ ഒജുവ്. ഇനി ഗ്രേറ്റർ ദാൻ ആണെങ്കിലോ ഇവിടെ നമുക്ക് 0ന്റെ നേരെ വരുന്ന എത്രയാണ്? 50 ആണ്. സോ 0യുടെ നേരെ 50 വന്നു. 10ന്റെ നേരെ വരുന്ന എത്രയാണ്? 46 ആണ്. സോ അത് നമ്മൾ മാർക്ക് ചെയ്തു. ആൻഡ് 20യുടെ നേരെ വരുന്നത് 38 ആണ്. സോ ഇങ്ങനെ എന്താണ് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഗ്രേറ്റർ ദാൻ ഒജുവ്. ഇനി ഇതിൽ നിന്ന് മീഡിയൻ കാണാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? ഇതിൽ നിന്ന് മീഡിയൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കാം. സോ ഇവിടെ നിന്ന് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ താഴേക്ക് വരച്ചാൽ ഈ കിട്ടുന്നതാണ് എന്ത്? എൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ആയിരിക്കും എന്ത്? എൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മീന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. മീന് കാണാൻ വേണ്ടി ഇത് കണ്ടിന്യൂസിന്റെ കേസാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരുന്നത് എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. ഇവിടെ എൻ എന്ന് വെച്ചാൽ എന്താണ്? അത് സിഗ്മ എഫ് ആണ്. അതായത് എല്ലാ ഫ്രീക്വൻസിയും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് എന്ത്? എൻ്റെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എക്സ് എന്താണ്? അത് മിഡ് പോയിന്റ് ഓഫ് ക്ലാസ് ആണ്. മിഡ് പോയിന്റ് ഓഫ് ക്ലാസ്. സോ ഇതുപോലെ ടേബിൾ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. 0നും 10ന്റെയും അതിൻ്റെ ഇടയിൽ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായി? അത് 5 ആണ് വരുന്നത്. പിന്നെ ഇവിടെ ക്ലാസ് ഇന്റർവെൽ വരുന്ന എത്രയാണ്? അത് 10 ആണ് വരുന്നത്. സോ 5 + 10 15 + 10 25. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ എല്ലാ വാല്യൂസും കിട്ടും. എഫിന്റെ വാല്യൂസ് ഓൾറെഡി എന്താണ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എഫ് എക്സ് കിട്ടും. ആൻഡ് അതാണ് നമ്മളുടെ ഫൈനൽ സിഗ്മ എഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2040 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 2040 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എൻ എന്ന് പറയുന്നത് എത്രയാണ്? അത് 60 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത് 34 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മളെ സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇനി നെക്സ്റ്റ് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളുടെ പ്രോബബിലിറ്റി എന്നുള്ളത്. പ്രോബബിലിറ്റിയിൽ ഇവിടെ പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഓർ ബി തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എ ആൻഡ് ബി ആണ്. സോ പി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം പി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഓർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഓർ ബി കാണാൻ എന്ത് ചെയ്താൽ മതി? അതിന് ഈ രണ്ട് ആൾക്കാർ എന്താണ്? നമ്മൾ പി ആൻഡ് ബി.
സോ ഈ രണ്ടാൾക്കാരെ എന്താണ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി എ ആൻഡ് ബി കിട്ടും. സോ ദിസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഓർ ബി എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ എത്രയാണ് വരുന്നത്? 0.35 പ്ലസ് പി ഓഫ് ബി എന്ന് പറയുന്നത് 0.57 മൈനസ് 0.89. ആൻസർ വരുന്നത് 0.92 മൈനസ് 0.89 0.03 എന്നായിരിക്കും നമുക്ക് എന്ത്? പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എത്രയാണ്? അത് 0.03 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്മൾക്ക് കുറച്ച് ബോൾസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമുക്കൊരു 5 റെഡ് ബോൾസ് തന്നിട്ടുണ്ട്, 10 ബ്ലൂ ബോൾസ് തന്നിട്ടുണ്ട് ആൻഡ് 15 ഗ്രീൻ ബോൾസ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ എത്ര ബോൾസ് എൻ്റെ കയ്യിലുണ്ട്? 30 ബോൾസ് ടോട്ടൽ എൻ്റെ കയ്യിലുണ്ട്. ഇനി അതിൽ നിന്ന് എത്ര ബോളാണ് നമ്മൾ എടുക്കുന്നത്? 3 ബോൾ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ 30-ൽ നിന്ന് നമ്മളോട് 3 ബോളുകൾ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 3 ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത. ഈ 30-ൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ 3 ഗ്രീൻ ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഗ്രീൻ ബോൾസ്, 3 ഗ്രീൻ ബോൾസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ആൻസർ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളെ കയ്യിൽ എത്ര ഗ്രീൻ ബോൾസ് ഉണ്ട്? 15 ഗ്രീൻ ബോൾസ് ആണുള്ളത്. സോ അതിൽ നിന്നാണ് എന്ത്? നമ്മൾ 3 എണ്ണം എടുക്കുന്നത്. സോ ഇതാണ് നമുക്ക് ആൻസർ വരിക. ദിസ് ഈസ് ഈക്വൽ ടു 0.112 നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് 2 ബ്ലൂ ആൻഡ് 1 റെഡ് ബോൾ. സോ പ്രോബിലിറ്റി ഓഫ് 2 ബ്ലൂ ആൻഡ് 1 റെഡ് ബോൾ. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര ബ്ലൂ ബോൾസ് ടോട്ടൽ എൻ്റെ കയ്യിലുണ്ട്? 10 എണ്ണം. അതിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ആണ്. സോ 10C2 ഇൻറ്റു പിന്നെ റെഡ് ബോൾസ് ആണെങ്കിലോ 5 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് 1 എണ്ണം സെലക്ട് ചെയ്താൽ മതി. സോ 5C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 30-ൽ നിന്നാണ് എന്ത്? നമ്മൾ ഈ 3 ബോൾ സെലക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൻസർ ഫൈനലി വരുന്നത് 0.5055 ആണെന്ത് നമുക്ക് ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നോ ഗ്രീൻ ബോൾസ്. ഞാൻ ഈ സെലക്ട് ചെയ്യുന്ന 3 എണ്ണത്തിലും ഗ്രീൻ ബോൾസ് പാടില്ല. ഗ്രീൻ അല്ലാത്ത ഏത് കളറും വരാം, ഒന്നെങ്കിൽ റെഡ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കാം. സോ നോ ഗ്രീൻ ബോൾസ്. നോ ഗ്രീൻ ബോൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു ബാക്കി എത്ര ഉണ്ട്? 15 ഗ്രീൻ ബോൾസ് ഒഴിവാക്കിയാൽ ബാക്കി എത്ര ബോൾസ് ഉണ്ട്? 15 ബോൾസ് ഉണ്ട്. ആ 15-ൽ നിന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എന്താണ് 3 ബോൾ സെലക്ട് ചെയ്യാം. സോ 15C3 ഡിവൈഡ് ബൈ 30C3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.112. സോ ഇതാണ് എന്ത്? നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇത്തരത്തിൽ പ്രോബിലിറ്റിന്നും സെൻട്രൽ ടെൻഡൻസിന്നും ഡിസ്പേർഷൻ എന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ഇതാണ് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലുള്ള മോഡൽ കൂടുതൽ ചെയ്ത് നോക്കുക. ഇതുപോലെ ഈസി ആയിട്ട് ജാലത്തിന് കൂടെ പഠിച്ചു പോകും.